ഇടുക്കി തോപ്രാംകുടി സർവീസ് സഹകരണ ബാങ്കിൽ കർഷകന്റെ പേരിൽ വ്യാജ വായ്പ. കഴിഞ്ഞ 35 വർഷമായി ബാങ്കിൽ യാതൊരു ഇടപാടുകളുമില്ലാത്ത CPM പ്രവർത്തകനായ കർഷകന്റെ പേരിലാണ് LDF ഭരിക്കുന്ന ഇടുക്കി തോപ്രാംകുടി സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് 14 ലക്ഷം രൂപ വായ്പയെടുത്തതായി വ്യാജരേഖ പുറത്തുവന്നത്. പണമടച്ചില്ലെങ്കിൽ ജപ്തി ചെയ്യുമെന്ന് റിക്കവറി നോട്ടീസ് വന്നതോടുകൂടിയാണ് പരാതിയുമായി കർഷകൻ രംഗത്ത് വന്നത്. ഇടുക്കി ദൈവമേട് സ്വദേശി ശശി പാപ്പനാണ് തോപ്രാംകുടി സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും എടുത്തിട്ടുള്ള വായ്പയും പലിശയും ചേർത്ത് 14 ലക്ഷത്തിലധികം രൂപ തിരിച്ചടയ്ക്കണമെന്ന് ഉടുമ്പൻചോല സഹകരണ അസിസ്റ്റന്റ് ഡയറക്ടറുടെ നോട്ടീസ് ലഭിച്ചത്. 2017 നവംബർ 29-ന് ബാങ്കിൽ നിന്ന് 5 ലക്ഷം രൂപ ശശി പാപ്പൻ വായ്പയെടുത്തുവെന്നും ഇതിൽ 4,896 രൂപ പലിശയും ചേർത്ത് 9,07,096 രൂപ അടയ്ക്കണമെന്നാണ് നോട്ടീസ്. അന്നേ ദിവസം തന്നെ ബാങ്കിന്റെ കനകക്കുന്ന് ശാഖയിൽ നിന്ന് 2,42,365 രൂപ മറ്റൊരു വായ്പ എടുത്തിട്ടുള്ളതായും ഇതിൽ 1,70,700 രൂപ പലിശയും ചേർത്ത് 4,14,065 രൂപ അടയ്ക്കണമെന്ന മറ്റൊരു നോട്ടീസും ശശി പാപ്പന് ലഭിച്ചു. 2023 ഒക്ടോബറിലാണ് നോട്ടീസ് ലഭിച്ചത്. പിന്നീട് പലതവണ ബാങ്കിലെത്തി ഇക്കാര്യം അറിയിച്ചു. എന്നാൽ പലതവണ കയറിയിറങ്ങിയിട്ടും ബാങ്ക് അധികൃതർക്ക് വ്യക്തമായ മറുപടി നൽകാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ബാങ്ക് നടപടികളുമായി മുന്നോട്ട് പോവുകയാണെന്നാണ് പരാതി. എന്റെ അറിവനുസരിച്ച് ഇന്ന് വരെ ഞാൻ കനകക്കുന്ന പോയിട്ടില്ല. എന്റെ അറിവനുസരിച്ച് ആളുകൾ പറയുന്നത് കനകക്കുന്ന ബാങ്ക് തുടങ്ങിയിട്ട് 7 വർഷമായില്ലെന്നാണ് പറഞ്ഞു. ഈ 7 വർഷം ആയാണ് എൻ്റെ നോട്ടീസിൽ കണ്ടിരിക്കുന്നത്. 7 വർഷം മുമ്പ് എടുത്തതായിട്ടാണ്. ഇങ്ങനെ ഇത്രയും ഈ 14 ലക്ഷം രൂപ എൻ്റെ മേൽ കെട്ടിവെച്ചു. ഞാൻ CPM-ന്റെ പ്രവർത്തകനും ബ്രാഞ്ച് മെമ്പറുമായിരുന്നു. ഇവിടെ ഭരണം നടത്തുന്ന CPM-ന്റെ ആളുകളാണ് ഇവിടുത്തെ ബാങ്കിലെ സെക്രട്ടറിയും പ്രസിഡന്റും അതുപോലെ ഭരണസമിതി അംഗങ്ങളും. അവരെ എനിക്ക് നേരെ ക്രൂരമായ രീതിയിൽ ഒരു വഞ്ചന ചെയ്തിരിക്കുകയാണ്. അതിനെതിരെ ശക്തമായ രീതിയിൽ ഞാനിത് പ്രതികരിക്കുന്നു. 35 വർഷമായി ബാങ്കുമായി ഒരു ഇടപാടുമില്ലാതെ നിൽക്കുന്ന തനിക്ക് ഇത്തരത്തിൽ നോട്ടീസ് വന്ന സാഹചര്യത്തിൽ ബാങ്ക് അധികൃതർ മറുപടി പറയണമെന്നും നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ശശി പാപ്പൻ വ്യക്തമാക്കി. വ്യാജ വായ്പയുടെ പേരിൽ അന്വേഷണം ഉണ്ടാകണമെന്നും തന്റെ പേരിലുള്ള നോട്ടീസ് പിൻവലിച്ച് ക്രമക്കേട് നടത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ശശി പാപ്പൻ ആവശ്യപ്പെടുന്നു. ന്യൂസ് 18 ഇടുക്കി.